souls colliding. We shared the pieces of ourselves. It's perfect timing now. ഹലോ ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം, അതും നമ്മൾ മെഷീനൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ കൂടിയാണ്. നമുക്ക് ഓണത്തിന് ഔട്ട്ഫിറ്റിനോടൊക്കെ ചേർന്ന് പോകുന്ന തരത്തിലുള്ള സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് എടുത്തേക്കുന്നത് നമുക്ക് ഓർഗൻസ ക്ലോത്താണ് ഞാൻ എടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റൻ തുണി ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റുള്ള തുണികൾ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാനത് കുറച്ച് എടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേപ്പ് എടുത്തിട്ട് നമ്മുടെ വീതി വന്നിട്ട് ഒരു 5 സെൻറ്റിമീറ്ററും നീളം വന്നിട്ട് ഒരു 22 സെൻറ്റിമീറ്ററും എടുക്കുന്നുണ്ട്. 22 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ലെങ്ത് ഉണ്ടെങ്കിൽ, അത്രയും നീളം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഈ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കുറച്ച് ഫ്ലഫി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനത് നന്നായിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം ചീത്ത വശം ഏതാണെന്ന് നോക്കിയിട്ട് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം. ഇതേപോലെ നല്ല വശം അകത്തും ചീത്ത വശം വെളിയിലും വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക. അപ്പം നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അതിന് ചേരുന്ന ഒരു നൂലും പിന്നെ നമ്മുടെ സൂചിയുമാണ്. ഇനി അത് സൂചി നൂലിനകത്തോട്ട് കൊരുക്കുക. നമ്മുടെ ഒരു കൈയുടെ ആ ഒരു മുഴം അത്രയും തന്നെ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ആ തുണിയുടെ ആ നീളത്തിനനുസരിച്ച് എടുത്താലും മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മെഷീൻ കൊണ്ടല്ല കൈ കൊണ്ടാണ് ഇത് തുന്നിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തുന്നിയെടുക്കുക. വളരെ ചെറുതായിട്ട് വളരെ നേരിയതായിട്ട് തുന്നിയെടുക്കുക. കുഞ്ഞതായിട്ട് തുന്നിയെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ മെഷീനകത്ത് തുന്നാത്തതുകൊണ്ട് നല്ല കുഞ്ഞായിട്ട് അത് തുന്നിയെടുത്താൽ അത്രയും ഭംഗിയുണ്ടാവും. ഇപ്പം മെഷീൻ ഉള്ളവരാണെങ്കിൽ അത് അതിനകത്ത് വെച്ചിട്ട് തുന്നിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ തുന്നിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു 3/4 ഭാഗം തുന്നി എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട്, ഞാൻ ആ ഒരു തുന്നിയെടുത്ത് വെച്ചിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ അകലത്തിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ തുന്നി നിർത്തിയേക്കുന്നിടത്ത് വെച്ചിട്ട് അത് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അത് അവിടെ വെച്ചിട്ട് നമ്മൾ ആ തയ്ക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ രണ്ടാമത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വരയുടെ മുകളിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് തുന്നി കൊടുക്കുക. അപ്പം നമ്മൾ അതും തുന്നിയെടുത്ത് അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതൊരു സേഫ്റ്റി പിന്നാണ്. സേഫ്റ്റി പിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സേഫ്റ്റി പിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ഒരു തുണിയുടെ അകത്തോട്ട് വെച്ചിട്ട് അതൊന്ന് പിൻ ചെയ്തിട്ട് തല കീഴായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഞൊറിഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ ആ തുമ്പ് പിടിച്ചിട്ട് വലിച്ച് വെളിയിലോട്ട് ഇടുമ്പോൾ നമ്മുടെ ആ ഒരു നല്ല ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് തുന്നിൻ്റെ എന്തോന്നൊക്കെ ആയിട്ട് കുറച്ച് ചുളുങ്ങിയിരിപ്പുണ്ട്. നമുക്കൊന്ന് തേച്ചെടുത്തിട്ട് വരാം. തേച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് അത് നിവർന്നിരിപ്പുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ ആ സ്പേസ് വിട്ടില്ലേ, ആ സ്പേസ് വിട്ടെടുത്ത് ഇപ്പോൾ ഒരു ഹോള് പോലെ വന്നിട്ടുണ്ട്. അതിനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ തുണിയുടെ ആ ഒരു മുകൾ അറ്റമില്ലേ, അത് അതിൻ്റെ ഉള്ളിലോട്ട്, ആ ഒരു ഹോളിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വിടുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താണ്ട് അത് ഒന്നുകൂടെ ഇങ്ങനെ എടുത്തിട്ട് അകത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെളിയിലോട്ട് വിടുക. ഇനി നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഇതിൻ്റെ ആ ഒരു മറ്റേ അറ്റം ഉണ്ടാവല്ലോ, ആ മറ്റേ അറ്റം പിടിച്ചിട്ട് ഈ ഒരു നമ്മളിപ്പോൾ എടുത്ത് മടക്കി വെച്ചേക്കുന്ന ആ ഒരു മുകളിലത്തെ അറ്റത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്ത് വിടുക. അപ്പം കണ്ടോ, അത് രണ്ടും ഒരു സെയിം രീതിയിൽ അതിങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ വന്നേക്കുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ഹോള് കാണാം. ഇനി നമ്മൾ ഇതൊന്ന് തയ്ച്ചു കൊടുക്കുക. തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് മൊത്തത്തിൽ തയ്ച്ചു കൊടുക്കരുത്. അതിൻ്റെ ആ ഒരു 2 സൈഡുകളില്ലേ, അതിൻ്റെ അരിക് ഇങ്ങനെ പിടിച്ചിട്ട് അത് നമ്മൾ തുന്നിക്കൊടുക്കുക. റൗണ്ടിൽ ഇങ്ങനെ തുന്നിക്കൊടുക്കുക.
നമ്മൾ തുന്നുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു വിരൽ അതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തുന്നിയാൽ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാതെ നല്ലതായിട്ട് അത് തുന്നിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ രണ്ട് അറ്റവും രണ്ട് പോർഷനും കൂടെ കൂട്ടിച്ചേർത്ത് ജോയിൻ ചെയ്ത് തയ്ച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അല്ലാതെ തയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഈ നമ്മൾ തയ്ച്ചതിൻ്റെ ആ ഒരു ഇത് കാണും, പുറത്ത് തയ്ച്ചതിൻ്റെ ഇത് കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ലാസ്റ്റ് അതിന് ഉള്ളിലോട്ട് കയറ്റി ആ ഒരു ഇത് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ രണ്ട് ഭാഗവും നല്ല വൃത്തിയായിട്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു എന്തോന്നും ഇല്ലാതെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ട ഇതുപോലെ എലാസ്റ്റിക്കാണ്. പലതരം എലാസ്റ്റിക്കുണ്ട്. നമ്മൾ സ്ക്രഞ്ചീസ് ഉപയോഗിക്കാൻ ഇതുപോലത്തെ എലാസ്റ്റിക് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതും നമ്മൾ ഓർഗൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവും. ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ ആ ഒരു കയ്യിലെ അളവ് വെച്ചിട്ട് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഏത് അളവ് ഏതാണെന്നോ അത് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് എടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സേഫ്റ്റി പിൻ എടുക്കുക. സേഫ്റ്റി പിൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ നേരത്തെ ആ ഒരു ഹോള് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വിടവ്, ആ വിടവിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ കൊരുത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ പാവാടയ്ക്ക് ഇങ്ങനെ നൂല് കൊരുക്കത്തില്ലേ, അതേപോലെ ഇങ്ങനെ കൊരുത്ത് കൊടുക്കുക. അപ്പം നമ്മൾ കൊരുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു എലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം വന്നിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് കൈകൊണ്ട് പിടിക്കുക. അല്ലെങ്കിൽ ഈ ഒഴുകുന്ന തുണിയാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റാതായി പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ സ്ക്രഞ്ചീസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടറ്റവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടറ്റവും പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ അത് തുന്നിയെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തുന്നിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഹെയറിലൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഞാൻ ഈ തുന്നുന്നത് നമ്മുടെ ആ ഒരു ചെറിയൊരു ഹോളില്ലേ, അത് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. ഇത് തുന്നിയെടുക്കുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ട് വേണം തുന്നിയെടുക്കാൻ, വളരെ നേരിയതായിട്ട് വേണം തുന്നിയെടുക്കാൻ. കാരണം അത് നമ്മുടെ പുറം ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 5-10 മിനിറ്റ് മതിയാവും ചെയ്തെടുക്കാനെ കൊണ്ടിട്ട്. ആ തയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.